നമസ്തേ. നാളെ ഏകാദശിയൊക്കെ ആണല്ലോ. അപ്പോൾ ഏകാദശി ദിവസം ജപിക്കാൻ പറ്റുന്ന കുറച്ച് മന്ത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്രതമെടുക്കുന്നവർക്കും വ്രതമെടുക്കാൻ പറ്റാത്തവർക്കും ഒക്കെ ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. സാധാരണ മന്ത്രങ്ങൾ ജപിക്കുന്ന പോലെ പൂജാമുറിയിൽ ശുദ്ധമായി വന്നിരുന്ന ശേഷമാണ് ഈ മന്ത്രങ്ങൾ ജപിക്കേണ്ടത്. ആദ്യം വിഷ്ണു ഗായത്രിയാണ് ജപിക്കേണ്ടത്. മന്ത്രം ഇതാണ്: ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. അതായത് സർവവ്യാപിയായ നാരായണനും എല്ലാ ജീവജാലങ്ങളിൽ വസിക്കുന്ന വാസുദേവനുമായ മഹാവിഷ്ണു ഞങ്ങളുടെ ബുദ്ധിയെ നയിക്കട്ടെ എന്നതാണ് ഇതിന്റെ അർത്ഥം. അടുത്തത് ഭഗവത് സ്വരൂപത്തെ വർണ്ണിക്കുന്ന വിഷ്ണു സ്തോത്രമാണ്. മന്ത്രം ഇതാണ്: ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം രശ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകേകനാഥം. അതായത് ശാന്തമായ ആകാരത്തോടെ സർപ്പത്തിന് പുറത്ത് ശയിക്കുന്നവനും നാഭിയിൽ താമരപ്പൂവ് മേഘവർണവും ലക്ഷ്മീദേവിയുടെ ഭർത്താവും താമരനേത്രങ്ങളോട് കൂടിയവനും അഹങ്കാരത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്ന സർവലോകനാഥനുമായ മഹാവിഷ്ണുവിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നതാണ്. അടുത്ത മന്ത്രം: ശുക്ലാംഭരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. അതായത് വെളുത്ത വസ്ത്രങ്ങളും ചന്ദ്രനെ പോലെ തിളക്കമുള്ളവനും 4 കൈകളുള്ളവനും പ്രസന്നവദനത്തോടു കൂടിയവനുമായ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതിലൂടെ നമ്മുടെ സർവ്വ വിഘ്നങ്ങളും അകന്നു പോകുമെന്നതാണ്. ഈ മന്ത്രങ്ങൾ കൂടാതെ അന്നേ ദിവസം ഈ പറയുന്ന മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോ നാരായണായ, ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ, ശ്രീരാമ മന്ത്രമായ ഓം ശ്രീരാമായ നമ. ഈ മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. ഈ 3 മന്ത്രങ്ങളും 108 തവണയാണ് ജപിക്കേണ്ടത്. ആദ്യം പറഞ്ഞ മന്ത്രങ്ങൾ 9 തവണയാണ് ജപിക്കേണ്ടത്. ഇവ കൂടാതെ ഞങ്ങളുടെ ഏകാദശി എന്ന പേരിലുള്ള വീഡിയോയില് വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി, മഹാമന്ത്രം, തുളസി പൂജാ മന്ത്രം എന്നിങ്ങനെയുള്ള മന്ത്രങ്ങള് ചാനലില് ലഭ്യമാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.